തമിഴ്നാട്ടിലെ മഴയ്ക്ക് ശമനമില്ല. ചെന്നൈയിൽ പുരസവാക്കത്ത് കെട്ടിടം ഇടിഞ്ഞു വീണ് 3 പേർക്ക് പരിക്കേറ്റു. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുരസവാക്കത്ത് നിന്ന് മനേഷ് മൂർത്തി തത്സമയം ചേരുകയാണ്. മനേഷ്, ഈ പുരസവാക്കത്ത് വീടിടിഞ്ഞു വീണല്ലോ, ആ ഇടിഞ്ഞു വീണ വീടിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളുള്ളത് ഇതൊരു വീടല്ല, ഇതൊരു മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ആണ്. 3 നിലയുള്ള കെട്ടിടമാണ്. ഈ കെട്ടിടത്തെ താഴെ ഭാഗത്ത് കടകളാണ് പ്രവർത്തിക്കുന്നത്. കടകളുണ്ട്, അതിന് മുകളിലായി താമസ സൗകര്യവുമുണ്ട്. അങ്ങനെയാണ് ഈ കെട്ടിടത്തിന്റെ ഒരു നിലയെന്ന് പറയുന്നത്. കുറച്ച് പഴകിയ കെട്ടിടമാണ്. പുരസേവാക്കത്തെ ദാസ മക്കാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ദർഗ സ്ട്രീറ്റ്, ഇവിടെയാണ് ഈ ഒരു കെട്ടിടമുള്ളത്. ഇതിന്റെ നമുക്കിതിന്റെ ഈ റോഡിന്റെ മുൻവശത്തേക്ക് വന്നാൽ ഇവിടെ കടകളാണ്. ഈ കടകളിൽ ഉണ്ടായിരുന്ന 3 പേർക്കാണ് ഇന്നലെ പരിക്കേറ്റത്. ഏകദേശം 10 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഇതിന് മുമ്പിലേക്ക് വന്നാൽ അത് കടകളാണ്. ഈ കടകളിൽ ഏറ്റവും ഒടുവിൽ ഉള്ള കട, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ അത് കാണാം. ഇവിടെ ഇഡ്ലിക്കടയാണ്, ഇഡ്ലിയും മറ്റ് ഭക്ഷണ വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. ഈ കടയിലുണ്ടായിരുന്ന 3 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അത് പരിക്കേറ്റ ബിസ്മി, അതുപോലെ തന്നെ ഷറീന ബാനു, ഭാഷ എന്നിവരെ കിൽപോക്കിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാര്യമായ പരിക്കുകളില്ല, കാരണം ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് ഒരു ഭാഗമാണ് ഇടിഞ്ഞിട്ടുള്ളത്. അത് കണ്ട ഉടൻ തന്നെ അവരെല്ലാം ഓടി മാറിയത് കൊണ്ട് വലിയ പരിക്കില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാരും എല്ലാം പറയുന്നത്. ഇതാണ് ഒരു കെട്ടിടം, കുറച്ച് പഴകിയ കെട്ടിടമാണ്. എന്തായാലും അത് ഇന്നലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ തോതിലുള്ള മഴയുണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ച് പുരസവാക്ക മേഖലയിലൊക്കെ റോഡുകളിലൊക്കെ വെള്ളം കയറുന്ന അല്ലെങ്കിൽ കനത്ത മഴ തന്നെ പെയ്യുന്ന ഒരു നിലയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല, മുകളിൽ ആരും താമസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാരെല്ലാം പറയുന്നത്. മഴ മുന്നറിയിപ്പ് ഇന്നലെ 3 ജില്ലകളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് സേലവും ഈറോഡും അതുപോലെ തന്നെ കോയമ്പത്തൂരും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ 10 മണിവരെ 17 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് ചെന്നൈ ഉൾപ്പെടെയുള്ള 17 ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല കോയമ്പത്തൂരും തിരുപ്പൂരും അത് യെല്ലോ അലേർട്ടായി മാറുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ മഴ മുന്നറിയിപ്പിലൊക്കെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നത് മഴ ഏകദേശം ശമിച്ചു എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി മുതൽ വീണ്ടും ഈ പറഞ്ഞ മേഖലകളിലെല്ലാം തന്നെ മഴയുണ്ട്. തീരദേശ മേഖലകളിലെല്ലാം തന്നെ മഴയുണ്ട്. തീവ്ര ന്യൂനമർദ്ദമായെങ്കിലും അതിൻ്റെ ശക്തി ക്ഷയിച്ചിട്ടില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ 17 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു നിലയുണ്ടായത്. രാവിലെ 10 മണി വരെയാണ് ഈ രീതിയിലുള്ള ഒരു അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.